സാറിന് ഞാൻ എങ്ങനെ പുകഴ്ത്താനാ? ഞങ്ങളെ ഈ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്താലേ അവര് ഹഗ് ചെയ്യും. എന്നുവെച്ചാ ഒന്ന് കെട്ടിപ്പിടിക്കും. അല്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? അല്ല, തനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞാൽ എന്താ? ഇല്ലേ? അതെ, ഞാൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മതി. കാര്യം നല്ല തന്നെയാ, എന്നാലും അതെങ്ങനെ? എടോ, താൻ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. വാ, ഹഗ് മീ. അപ്പൊ താനൊന്ന് റിലാക്സ് ആവും. Come on, Nandini. Come on. Come on. Come on. വാ വാ. സൂര്യ സാറേ, സൂര്യ സാറേ, സൂര്യ സാറേ. എന്താ രാജു സാറേ? അല്ല, സൂര്യ സാറിനുള്ള ഫുഡാ. സാറിന് താഴെ വന്ന് കഴിക്കില്ലെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തത്. ഓ, എന്തൊരു സ്നേഹം! അതും കൃത്യസമയത്ത് തന്നെ അങ്ങ് സ്നേഹിച്ചു കളഞ്ഞല്ലോ. ഒന്നുമില്ല, പോയി തൊലൈ. സാറേ, മുഴുവനും കഴിക്കില്ലേ സാറേ? കഴിച്ചോളാം. ആ ഫ്ലോ അങ്ങ് പോയി അല്ലേ? താൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട സർ. അത് പറഞ്ഞാൽ പറ്റില്ല. കഴിക്കുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴിക്കുന്നു, കേട്ടല്ലോ? കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴിക്കുന്നില്ല. ഓക്കെ? അതാണ്. ഓക്കെ, കഴിച്ചോ. ഈ ഷെയറിംഗ് എന്ന് പറഞ്ഞാലേ വല്ലാതൊരു ഫീലാ നന്ദിനി. ഇനി എനിക്ക് മതി, സാറ് കഴിച്ചോ. ഇതിൽ അവസാനം ഒരു വറ്റ് വന്നാൽ പോലും നമ്മളത് ഷെയർ ചെയ്യും. ഷെയറിംഗ് മീൻസ് കെയർ. തന്നെ കെയർ ചെയ്യാൻ ഞാനുണ്ടോ? മോളെ, അച്ഛനോട് ക്ഷമിക്കണേ. ഇന്നലെ കുറച്ചു നേരമെങ്കിലും എനിക്ക് നിന്നെ ഒന്ന് വേദനിപ്പിക്കേണ്ടി വന്നു. ആ നേരത്തെ കേട്ടതിന്റെ എല്ലാം ഒരു അസ്വസ്ഥതയില്. സാരല്ല സർ, ചില നേരത്ത് നമ്മൾ എത്ര സങ്കടം പറഞ്ഞാലും
ദൈവങ്ങളിത് കേൾക്കാറില്ലല്ലോ. സാർ തിരിഞ്ഞു നടന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. മോള് വിഷമിക്കണ്ട. ഈ സംഭവത്തിന്റെ ഉത്തരവാദികളെ എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. നിന്നെ കുറ്റവാളിയാക്കിയിട്ട് രക്ഷപ്പെട്ടവരാരാണെന്ന് നമുക്കറിയണമല്ലോ. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഒരു അറിയിപ്പുണ്ട്. ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത്? കുറച്ചു കാലം മുമ്പ് സജീവമായിരുന്ന കുറുവാ സംഘം വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആളുകള് അവരുടെ സ്വത്തും പണമൊക്കെ സൂക്ഷിക്കണമെന്നാ റിപ്പോർട്ട്. പോലീസുകാരെ കുറുവാ സംഘത്തിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നാ റിപ്പോർട്ട്. പക്ഷേ അതിനേക്കാൾ മികച്ച പെരുങ്കള്ളികൾ പല വീട്ടിനകത്തുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. ആഭരണങ്ങളോ ഒപ്പിട്ട ചെക്കുകളോ കയ്യെത്തും ദൂരത്ത് വയ്ക്കരുത്. ഇന്നലെ സംസാരിച്ച് അവസാനിപ്പിച്ച പ്രശ്നം വീണ്ടും തുടങ്ങുകയാണോ? ആരവസാനിപ്പിച്ചു? ഇന്നലത്തെ സംസാരത്തിന് വല്ല ഉത്തരവുണ്ടായിരുന്നോ? കമ്പനിയുടെ ചെക്ക് ഇവളുടെ അനിയത്തി പഠിക്കുന്ന സ്കൂളിലേക്ക് പോയതിന് അച്ഛനോ മകനോ മറുപടി പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. പകരം എന്നെ അവ ഒരു പേര് വിളിച്ചു, ഗ്യാങ് ലീഡർ എന്ന്. അത് നിങ്ങൾ കേട്ടില്ല? ആ വാക്കിന്റെ അർത്ഥം എന്താ പറയ്? എനിക്ക് കൊള്ള സംഘവുമില്ല, ഗുണ്ടാ സംഘവുമില്ല. പിന്നെ എങ്ങനെയാ ഞാൻ ഗ്യാങ് ലീഡർ ആവുന്നത്? ഇതുപോലെ ഒരുത്തിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അന്തസ്സോടെ ജീവിക്കുന്ന എന്റെ മൂത്ത് നോക്കി അങ്ങനെ അവന് വിളിക്കാമെങ്കിൽ ഞാനിത് വിടാനും ഉദ്ദേശിക്കുന്നില്ല. പത്മ ഇനിയും ഇത് പറയും, ആർക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും. അടുത്തതേ ഒന്നിച്ചൊരു കൊള്ളയായിരിക്കും. കൊള്ളക്കാരുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. തടുത്ത് നിൽക്കാൻ അവരുടെ അടുത്ത് ആരെങ്കിലും ചെന്ന കഴുത്ത് വെട്ടും. നിങ്ങളെ കഴുത്ത് സൂക്ഷിച്ചോ. ഇവളുടെയൊക്കെ ഗാങ്ങിന് അങ്ങനെ ഒരു നോട്ടം ഉണ്ടാവില്ല ചിലപ്പോ. സൂര്യ സാറിന്റെ സ്വഭാവം മാറുന്നത് വരെ ഇവിടെ നിൽക്കാനാ സാർ എന്നോട് പറഞ്ഞത്. പക്ഷെ നല്ല പുരോഗതി ഉണ്ടല്ലേ സർ? ഒരു ഗ്രാമത്തിത് ഒന്നും അറിയാതെ സിറ്റിയിലേക്ക് എത്തിയ ഞാനിപ്പോ വലിയ വലിയ സ്ഥാനത്തെത്തിയില്ലേ?